Hi all. സെക്കൻഡ് ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 360 ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചറിലൂടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഔട്ട്ലൈൻ എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. നിങ്ങളൊക്കെ വായിച്ചു നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വയം റിസർച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള ഗുണം കിട്ടുള്ളൂ. നമ്മൾ ഒരിക്കലും ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വേണ്ടി നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. നിങ്ങളെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ കൂടുതലും നെറ്റിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും ഒരു ഐഡിയ കിട്ടും. ഞാൻ മെയിനായി പഠിപ്പിക്കുന്നത് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ പല ഡൗട്ട്സുകളുണ്ട്. അപ്പോൾ ആ പല ഡൗട്ട്സുകളും വരാതിരിക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡൗട്ട്സ് ക്ലിയർ ആക്കി തരുന്നതാണ് നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരിക്കലും നമ്മളൊരു ടീസ്പൂൺ വയസ്സായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശരിക്കും ശരിയല്ല. അത് നമ്മളൊരു സ്ഥലത്ത് സ്റ്റക്ക് ആകുമ്പോൾ നമ്മളതിനെ റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് പഠിച്ച് അതിനെ സോൾവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് റിസൾട്ട് 100% ആവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് വേണമെന്ന് പറഞ്ഞു, അതിൽ പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പേജ് ക്രിയേഷൻ ആൻഡ് സെറ്റപ്പ്, അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് ഫേസ്ബുക്ക്, ക്രിയേറ്റ് പേജ് ഇൻ ഫേസ്ബുക്ക്. അപ്പോൾ ഓൾറെഡി എനിക്ക് ഫേസ്ബുക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഞാൻ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിൽ ലോഗിൻ ആയിരിക്കുന്നുണ്ട്. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾക്ക് വേണ്ടത് ഒരു പേജ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ട് ഉണ്ട് ഓൾറെഡി, ഇനി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എൻ്റെയൊക്കെ ഇപ്പോൾ ഒരുപാട് പേജസ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൽ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ഓർ പേജ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും പേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ലെഫ്റ്റ് കോർണറിൽ സീ മോർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പേജസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. ഈ പേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ഓർ പേജ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇതിൽ ഈ ക്രിയേറ്റ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ പ്രൊഫൈലാണോ പബ്ലിക് പേജാണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് ഒരു പബ്ലിക് പേജാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ പബ്ലിക് പേജിലൂടെയാണല്ലോ നമ്മൾ അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ചെയ്യുന്ന ആൾക്കാരിലേക്ക് പൊതുവെ പബ്ലിക്കായിട്ട് ചെയ്യുക. അങ്ങനെ ലോജിക്ക് ഉദ്ദേശിച്ചാൽ മതി. ഗെറ്റ് അഡ്വാൻസ് പ്രൊഫഷണൽ ടൂൾസ് അസൈൻ ആക്സസ് ടു. ഇതിലാകുമ്പോൾ അധികം ടൂൾസും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പം നെക്സ്റ്റ് എന്ന് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി പേജ് നെയിം എന്താണ് കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ ജസ്റ്റ് എൻ്റെ ഇമാജിനേഷൻ ഒരു ചെറിയൊരു പേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 360 ക്യാമറാസ് എന്നുള്ള ഒരു എന്ത് ചെയ്യുക, ഒരു പേജാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചേക്ക്. 360 ക്യാമറാസ്. ഓക്കെ, 360 ക്യാമറാസ് ഫോർ ഫ്യൂച്ചർ. അതന്നെ ഞാൻ വീണ്ടും ഇതിലിടാമെന്ന് വിചാരിച്ചു, ഫോർ ഫ്യൂച്ചർ. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പേര് 360 ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചർ എന്നാണ്. എന്തുപോലെ 360 ഡിജിറ്റൽ ഫോർ ഫ്യൂച്ചർ എന്നതുപോലെ തന്നെ 360 ക്യാമറാസ് ഫോർ ഫ്യൂച്ചർ എന്നുള്ളൊരു പേര് ഞാൻ കൊടുത്തു. എന്താണ് കാറ്റഗറി? അപ്പോൾ നമുക്കിവിടെ ഗ്രീൻ ടിക്ക് വരും. ഇനി നമുക്ക് കാറ്റഗറി എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാമറ, ഞാൻ ഈ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ സ്റ്റോർ അല്ലെങ്കിൽ ക്യാമറ ഓപ്പറേറ്റർ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിലെന്താ CCTV ക്യാമറ എന്നാണ് ഉദ്ദേശിക്കുന്നത്. CCTV ക്യാമറ എന്നുള്ളത് എന്തെങ്കിലും സെക്യൂരിറ്റി ഗാർഡ് സർവീസസ്, ഹോം സെക്യൂരിറ്റി, ജസ്റ്റ് എന്ത് ചെയ്യുക, ഹോം സെക്യൂരിറ്റി, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇനി CCTV സെക്യൂരിറ്റി ഗാർഡ് സർവീസസ്. ഓക്കെ,
ഇനി എന്താ വേറെ ഒന്നും കൂടി കൊടുക്കാം. ക്യാമറ ക്യാമറ സ്റ്റോർ ഇതൊരു കാറ്റഗറിയാണ്. ജസ്റ്റ് ഞാൻ അത് കൊടുത്തു. ഇനി ബയോയിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ജസ്റ്റ് ഞാൻ ചാറ്റ് ജി പി ടി ഇൻറ്റഗ്രേഷൻ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാറ്റ് ജി പി ടിയോട് ചോദിക്കണം. നമ്മൾ സമയം കളയാതെ നമ്മളിലേക്ക് പെട്ടെന്ന് ഓരോരുത്തർക്ക് ഈ എന്താ പറയുക ഗ്രാമർ അങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ അങ്ങനെ ഒക്കെ വരുന്നവർക്കൊക്കെ കൂടുതലും ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ചാറ്റ് ജി പി ടിയോട് ചോദിക്കുകയാണ്, എനിക്ക് ആവശ്യം ബയോയിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ഞാൻ സി സി ടി വി ക്യാമറ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സി സി ടി വി ക്യാമറ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഇത് എന്തെങ്കിലും ഫ്യൂച്ചർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ക്യാമറ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ എൻ്റെ തോട്ടിൽ വരുന്നതാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക, നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഇനി ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ അവർ കമ്പനി സ്പെഷ്യലൈസ് പ്രൊവൈഡ് ടോപ്പ് ക്വാളിറ്റി സി സി ടി വി ക്യാമറ സൊല്യൂഷൻ ഡിസൈൻഡ് ഹെൻസ് എന്നുള്ള പറഞ്ഞു. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി ഇത് ഷോർട്ടാക്കണം, മനസ്സിലായോ? ഇപ്പോൾ ഇത് ഇത്രയും അധികമില്ല. അപ്പോൾ അവരോട് തന്നെ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, സി സി ടി വി ക്യാമറ ഡിസ്ക്രിപ്ഷൻ ഷോർട്ട്, മനസ്സിലായോ? ഇതാണ് പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും മനസ്സിലാവുള്ളൂ. ഞാനും നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കും ഐഡിയ. We provide professional CCTV camera solution for homes and business, offering quality products, expert installation കണ്ട കീപ് യുവർ പ്രോപ്പർട്ടി ഇൻ സെക്യൂർ. എന്ത് ചെയ്യുന്നു, ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബയോയിൽ ഞാൻ കൊടുക്കുന്നു. ജസ്റ്റ് എൻ്റെ ബയോയിൽ കൊടുത്തു. ഞാൻ ക്രിയേറ്റ് പേജ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ എന്താണ് കൊടുത്തത് എന്നുള്ളത് ഇതിൽ കറക്റ്റ് ഇവിടെ വരുന്നത് കണ്ടോ, ഈ പിക്ചറിൽ കണ്ടോ, ഫ്യൂച്ചർ they provide professional CCTV camera solution for homes and business offering എന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് പേജ് ഒന്ന് കൊടുത്തു. ഇത് കൊടുത്തിട്ട് ക്രിയേറ്റ് പേജിന് സമയം എടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ലൈവായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുക്കുന്നത്. ഇനി ക്രിയേറ്റ് പേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് ഉണ്ട്, ഈ വെബ്സൈറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെയാണ് ഈ കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇപ്പം ഞാൻ ഇവിടെ കോൺടാക്ട് വെബ്സൈറ്റ് ഇനി നമുക്കില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കോൺടാക്ട്സ് കൊടുക്കണം. ഇന്ത്യയിൽ 7356223050 നമ്പർ ഞാൻ കൊടുക്കണം. ഓക്കെ, ഇതിൽ മെയിൽ ഐ ഡി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മെയിൽ ഐ ഡി നമുക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 360 ക്യാമറ മെയിൽ ഐ ഡി അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് 360 ഇങ്ങനത്തെ ഒരു മെയിൽ ഐ ഡി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് വേണ്ട 360 ഡിജിറ്റൽ ഫോർ ഇങ്ങനെ ഓൾറെഡി മെയിൽ ഐ ഡി ഉണ്ട്, കണ്ട. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വന്നത്, മനസ്സിലായോ? ഇനി അഡ്രസ്സ് എന്താണെന്ന് ചോദിക്കുന്നത്. അഡ്രസ്സ് എവിടെയെന്നുള്ളതെന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ്സ് നമ്മൾ എവിടെയാണ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫോർ കൊച്ചി ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതേപോലെ കാലിക്കറ്റ് ഉണ്ട് നമുക്ക്. അതേപോലെ തന്നെ വേറെ എവിടെയുള്ളത് ജസ്റ്റ് കൊടുക്കണം. ബാംഗ്ലൂർ അങ്ങനെ ജസ്റ്റ് എൻ്റെ അഡ്രസ്സ് എന്താണ്, സിറ്റി ടൗൺ നിങ്ങൾക്കൊക്കെ ഒരൊറ്റ സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. നിങ്ങളനുസരിച്ച് കൊടുക്കുക. നമ്മൾ സിറ്റി ടൗൺ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊച്ചി എന്ന് തന്നെ കൊടുക്കണേ. കൊച്ചി എന്ന് തന്നെ കൊടുക്കുക. കൊച്ചി ഇന്ത്യ. അവിടുത്തെ സിപ്പ് കോഡ്, കൊച്ചിയിലെ സിപ്പ് കോഡ് എന്താ വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്യാം. കൊച്ചി പിൻകോഡ്, സിപ്പ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പിൻകോഡ്. അപ്പോൾ അവിടെ പല ഇതുണ്ട്. ഞാൻ ജസ്റ്റ് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. 682.001 682.001 682.001. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു കോഡ് കൊടുത്തു. ഇനി എന്താ, ആൾവേസ് ഓപ്പൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്ര സമയം എങ്ങനെയെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൾവേസ് ഓപ്പൺ ഫസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുക.
ഇവിടെ കമ്പയർ ടു സിമിലർ പേജസ് വിത്ത് ഹൈ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഫൈൽ പിക്ചർ, ആഡ് കവർ ഫോട്ടോ ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ആഡ് പ്രൊഫൈൽ പിക്ചർ എനിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് പ്രൊഫൈൽ പിക്ചർ എന്നെടുത്ത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആഡ് പ്രൊഫൈൽ പിക്ചർ നമ്മൾ എവിടെ നിന്നാണ് ചെയ്യുന്നത് വെച്ചാൽ ക്യാൻവയിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു ആഡ് പ്രൊഫൈൽ പിക്ചർ ഉണ്ടാക്കണം, അതേപോലെ തന്നെ കവർ ഫോട്ടോ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ന്യൂ, എൻ്റെ ക്യാൻവയിലുള്ളവർ ക്യാൻവ എടുക്കുക. ക്യാൻവ എന്നാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ക്യാൻവ നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഈ 2 ഡിസൈനിങ് നമ്മൾ പഠിപ്പിച്ച് തരുകയാണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് എന്താണ് ഫേസ്ബുക്ക് പേജ്. ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ടെംപ്ലേറ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മെഷർമെൻ്റ് ഉണ്ട്. 2048 x 2040 ഇതേപോലെ പല മെഷർമെൻറ്റിലും വരുന്നത് കിട്ടും. നമുക്കിഷ്ടമുള്ള രൂപത്തിൽ കൊടുക്കുക. ഞാനിതാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെംപ്ലേറ്റ്സ് ഇവിടെ വന്ന് എടുക്കും. ഓക്കെ, ഫസ്റ്റ് ഞാൻ പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു കമ്പനിയാണ് ഞാൻ പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഫോട്ടോ എനിക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഡിസൈനിൽ പോയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരു പേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എലമെൻറ്റ് എയോടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറയാം കേട്ടോ. നമുക്കൊരു എലമെൻറ്റ് എയോട് ഉണ്ടാക്കാൻ പറയാം. ജനറേറ്റ് യുവർ ഓവൺ AI. ഞാൻ എന്ത് ചെയ്തു, ഫ്യൂച്ചർ എന്ന് പറയുന്ന കവർ ഫോട്ടോ ഇമേജ്. വളരെ സിമ്പിളാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ എടുത്തിട്ട് ആ ഡിസൈന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഞാൻ ജസ്റ്റ് ക്യാമറ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസൈനിലെ, അപ്പോൾ ആ ഡിസൈന് ഞാൻ ജസ്റ്റ് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളൊരു ഡിസൈൻ ഞാൻ ജസ്റ്റ് ഇതിൽ കൊടുത്തിട്ട് ഇതിലിട്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്ത്, എനിക്കിത് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പേജിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനൊരു ഇമേജ് സെറ്റപ്പ് ചെയ്തു. ഇനി ഇവിടുത്തെ ഈ അടിയത്തെ പേജ് എനിക്ക് വേണ്ട. ഇനി ഇതൊക്കെ ഇങ്ങോട്ട് പോട്ടെ, ഇത്ര അധികം ഒന്നും വേണ്ടല്ലോ. ഓക്കെ, വലിയൊരു സംഭവമൊന്നുമില്ല. ഓക്കെ, 360 ക്യാമറ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഭവം എടുത്തു. ഇനി ഇതെനിക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇതാണ് എൻ്റെ പ്രൊഫൈൽ പിക്ചർ. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. PNG ഫയലാണ്. PNG ഫയൽ, JPG, PDF ഫയൽ എങ്ങനെ വേണം എടുക്കാം. നമ്മൾ PNG ഫയൽ നമ്മളെടുത്ത് ഡൗൺലോഡ് കൊടുത്ത് അപ്പോൾ ഇത് റെഡിക്കും ഡൗൺലോഡ്സിൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡിസൈൻ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് ഉണ്ടാക്കുകയാണ്. ആഡ് കവർ ഫോട്ടോ. പ്രൊഫൈൽ പിക്ചർ എടുത്തു, ആഡ് കവർ ഫോട്ടോ. അപ്പോൾ അതിന് ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പുതിയ ഒരു ഇതെടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ക്രിയേറ്റ് വീണ്ടും ഡിസൈൻ കൊടുക്കുക. എന്താണ് ഫേസ്ബുക്ക് കവർ പേജ്. ഫേസ്ബുക്ക് വരുന്നത് കണ്ടോ. 1920 × 1080 ഈ പിക്സലിൽ നമ്മൾ എടുക്കുന്നത് രണ്ട് ഡിഫറെൻറ്റാണ്. ഇനിയും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത പോലെ നമുക്ക് സമയമില്ല. അപ്പോൾ നമുക്ക് വേണമെന്ന് ഡിസൈൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. സമയം കൂടുതൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിലൊരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇട്ട് ടെംപ്ലേറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് എലമെൻറ്റ്സ് എടുത്ത് എയോട് ഞാനൊരു ജനറേറ്റ് ചെയ്യാൻ പറയണം ഒരു പിക്ചർ. എന്താണ് AI ഇൻറ്റഗ്രേഷൻ, ഇതൊക്കെ അതിൽ പെട്ട കാര്യങ്ങളാണ്. ഇനി ഫേസ്ബുക്ക്
ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. ജനറേറ്റ് ചെയ്ത് തരികയാണ് അവരെനിക്ക്. ജനറേറ്റ് ചെയ്താണ്. പണി സിമ്പിളാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് കണ്ട ഇങ്ങനത്തെ ഒരു പിക്ചറാണ് വന്നിട്ടുള്ളത്. 360 ക്യാമറാസ്. വേണ്ടിയിട്ട് എല്ലാവരും സ്മൈൽ ചെയ്യുന്നത് ആണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഡിസൈൻ ഞാനിങ്ങനൊരു ഇത് എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഇതിനോട് തന്നെ കമ്പാരിറ്റീവ്ലി ചെയ്തിട്ട് തരാം. എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു സ്മൈലിങ്ങിൻ്റെ ഒരു പിക്ചർ വേണം, മതി, എനിക്കത് മതി, ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു സ്മൈലിങ്ങിൻ്റെ പിക്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ഫുൾ സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പല രൂപത്തിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയൊരു ഇത് വെക്കാമെന്ന് മാത്രം. ഇനി ഞാൻ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ ഉണ്ടാക്കണം, കവർ ലെറ്റർ ഒക്കെ ഉണ്ടാക്കി. ഇനി ഇവിടെ ആഡ് പിക്ചറിൽ ഞാനിവിടെ ഡൗൺലോഡ്സിൽ ഓൾറെഡി എന്ത് കാട്ടിയിട്ടുണ്ട്, ഡിജിറ്റൽ ഏജൻസി. ഇവിടെ ഓൾറെഡി നമ്മൾ പിക്ചർ വന്നെടുക്കുന്നുണ്ട്. ഹാങ് ആണെന്ന് തോന്നുന്നു. പ്രൊഫൈൽ ഫോട്ടോ ആണ്. ഇനി ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തിട്ടേക്കാം. ജസ്റ്റ് ഇനി പ്രൊഫൈൽ പിക്ചർ, ഇതാണ് നമ്മൾ പ്രൊഫൈൽ പിക്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ എടുത്തു വന്നില്ല, വീണ്ടും നമ്മൾ എടുക്കാൻ ട്രൈ ചെയ്തു. ഇതാണ് സംഭവം, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിവിടെ വരും, കണ്ട ഇങ്ങനെ വരും ഈ രൂപത്തിൽ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നതാണ് ആഡ് കവർ ലെറ്റർ, കവർ പേജ് നമ്മൾ കൊടുത്തു. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത കവർ ഫോട്ടോ, കണ്ട. ജസ്റ്റ് ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള ഇതുപോലെ ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തെന്ന് മാത്രം. നേരത്തെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോളോവേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. കണ്ടോ, ഇപ്പം നമ്മളെ ഇത് കൂടുതലും ഗ്രീനിലേക്ക് വന്ന് ഫുൾ ആവുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. സ്കിപ്പ് ചെയ്യാം. ഇൻവൈറ്റ് ഫ്രണ്ട്സിനൊക്കെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം. അതൊന്നും എൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇതൊരു നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതല്ലേ. അതുപോലെ മാർക്കറ്റ് ചെയ്യാൻ്റെ പ്രൊമോഷൻ ഇമെയിൽസ് അബൌട്ട് യുവർ പേജ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഡൺ ചെയ്യാം. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല, ഡൺ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു പ്രൊഫൈൽ ഫോട്ടോ, പ്രൊഫൈൽ കവർ പേജ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി എനിക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും, കണ്ട. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ അക്കൗണ്ടിൽ ഇതിപ്പോൾ അബ്ദുൽ ഷുക്കൂർ അബൂബക്കർ എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ടോട്ടൽ പേജസ് ഇത്രയധികം പേജസ് വന്നു, കണ്ട. ആദ്യം നമ്മളൊരു വേറൊരു ഫോട്ടോ ഇത് ഉണ്ടാക്കി, ഞാൻ 360 ഡിജിറ്റൽ
അതുകൊണ്ടാണ് ഇങ്ങനെ 2 പേജുകൾ ഒരുമിച്ച് കയറി വന്നത് കേട്ടോ. 360 ഫോർ ഫ്യൂച്ചർ ഇത് ഓൾറെഡി നമ്മൾ മുന്നേ ഉണ്ടാക്കിയൊരു പേജാണ്. പിന്നെ 360 ക്യാമറ ഫോർ ഫ്യൂച്ചർ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പേജ്, നോട്ടിഫിക്കേഷൻ ഒന്ന് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പേജ് ക്രിയേഷൻ കാര്യങ്ങളും സെറ്റപ്പും പഠിച്ച് സമയം അതിക്രമിച്ച് പോകുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ എവരിത്തിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.